من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله. അപ്പോൾ നമ്മൾ സൂറത്തു സുമറിലെ 22-ാമത്തെ ആയത്ത് കുറെ കാലമെങ്കിലും മുന്നോട്ട് എത്തിയിട്ടില്ല. സാവകാശമാണ് നമ്മൾ പോകുന്നത്. 22-ാമത്തെ ആയത്തില് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. അഫമൻ ശറഹല്ലാഹു സദറഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി വവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്നത് അലാ ഉസ്ലൂബിൽ ഈജാസ്, അലാ ഉസ്ലൂബിൽ ഈജാസ്. ഈജാസ് ആണ് ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വാക്കുകൾക്കപ്പുറത്തേക്ക് അതിലുള്ള സൂചനകൾ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതിലുള്ള ഖറായിനുകൾ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഖരീന, ഖറായിൻ. ഇത് ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക്, ശരീഅത്ത് പഠിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം വരുന്നൊരു വാക്കാണ് ഖരീനത്തുൻ. സാഹചര്യ തെളിവുകൾ ഒരു വചനത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അതിന്റെ ഖരീനത്തുകളാണ്. അല്ലെങ്കിൽ മറ്റ് ആയത്തുകളിൽ നിന്ന് നമുക്ക് ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങൾ കിട്ടുന്നുവെങ്കിൽ അത് ഖരീനത്താണ്. അത് ഇനി ആയത്തല്ല ഹദീസുകളിൽ നിന്നാണ് അതിന്റെ ആശയങ്ങൾ വ്യക്തമാക്കുന്നതിന് ഉപയുക്തമായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്നതെങ്കിൽ അതും ഖരീനത്തുകളാണ്, സാഹചര്യ തെളിവുകൾ. അപ്പൊ ഈ ആയത്തിൽ നിന്ന് തന്നെ ലഭ്യമാകുന്ന ഖറായിൻ, ഖരീനത്ത്, ഖറായിൻ, സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് വേണം ആയത്ത് മനസ്സിലാക്കാൻ. കൃത്യം വാക്കിന് മലയാള അർത്ഥം പറഞ്ഞാൽ ഒന്നും നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം അല ഉസ്ലൂബിൽ ഈജാസ്, ഈജാസ് എന്നുള്ള രൂപത്തിലാണ് ഇതിൽ കാര്യം പറഞ്ഞു പോയിട്ടുള്ളത്. അള്ളാഹു ചോദിക്കുന്നത് അഫമൻ ശറഹല്ലാഹു സദറഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി.
അതിൽ അത് ഹംസത്തുൽ ഇസ്തിഫ്ഹാം ആണോ എന്ന് ചോദിക്കാൻ വന്നതാണ്. മൻ അത് തഅഖീബിൽ വന്നിട്ടുള്ളതാണ്. മുകളിൽ കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് വസ്തുതകൾ എന്നിരിക്കെ അതിനുശേഷം ചോദിക്കുകയാണ്, മൻ ഒരുത്തൻ, ശറഹല്ലാഹു അല്ലാഹു വിശാലത നൽകിയിരിക്കുന്നു. ശറഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു സംഗതിയെ പരത്തുന്നതിനാണ് പറയാ, വിസ്തരിക്കുന്നതിനാണ് പറയാ. അതുകൊണ്ടാണ് ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു ഹദീസിന്റെ ശറഹ് എന്ന് നമ്മൾ പറയണത്. ആയത്ത് അല്ലെങ്കിൽ ഹദീസ് അതിൽ ആശയങ്ങൾ അതിന്റെ ചുരുളുകളിൽ അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ അടരുകളിൽ ആശയങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ അടുക്കി വെച്ചിരിക്കുന്ന, ചുരുട്ടി വെച്ചിരിക്കുന്ന ആശയങ്ങളെ ഇങ്ങനെ നിവർത്തുന്നതിന്, പരത്തുന്നതിന് ശറഹ് എന്ന് പറയും. അതാണ് ആയത്തിന്റെ ശറഹ്, ഹദീസിന്റെ ശറഹ് എന്ന് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം. ഹൃദയം ഇങ്ങനെ ചുരുണ്ടുകൂടി ഒരു തുറവിയില്ലാതെ വളരെ സങ്കുചിതമായ അവസ്ഥയിൽ നിലകൊള്ളുന്നുണ്ടാകും. മനുഷ്യന്റെ അസുലിൽ അങ്ങനെ കുറെ ചാബല്യങ്ങളുണ്ട്, സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. മനുഷ്യന്റെ അസുല് കുറച്ച് അപകടകരമാണ്. അതെന്താന്ന് ചോദിച്ചാൽ അവന്റെ അസുലിൽ തന്നെ രണ്ട് കാര്യം അള്ളാഹു ചേർത്തിട്ടുണ്ട്. നന്മ അവനിൽ ഉള്ളതുപോലെ തന്നെ അവനിൽ തിന്മയും അള്ളാഹു ചേർത്തിട്ടുണ്ട് എന്ന കാര്യം ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. ഖുർആനിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള സത്യമാണ്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. വനഫ്സിൻ, ഒരു മനുഷ്യാത്മാവ് തന്നെ സത്യം. വമാ സവ്വാഹ, ആ നഫ്സിനെ ശരിയാക്കിയത് തന്നെ സത്യം. നഫ്സിനെ പിടിച്ച് സത്യം ചെയ്യുന്നു, വമാ യാതൊന്നിനെ പിടിച്ചും സത്യം ചെയ്യുന്നു. ആ യാതൊന്ന് എന്താണ്? സവ്വാഹ, അവൻ അതിനെ ശരിപ്പെടുത്തിയിരിക്കുന്നു. ആ മനസ്സിനെ, ആത്മാവിനെ അവൻ ശരിയാക്കി രൂപപ്പെടുത്തിയതും ആ രൂപപ്പെടുത്തിയിട്ടുള്ള രീതി തന്നെ സത്യം. എന്താണ് ആ രീതി? ഫഅൽഹമഹ, ശരിപ്പെടുത്തി എന്നതിന് ശേഷം തഅഖീബ്, അതിന്റെ ശേഷം അത് വിശദീകരിച്ചു. അപ്പൊ മുകളിലുള്ളതുമായി ബന്ധമുണ്ട്, ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫ വന്നത്. ഇവിടെ ഫ വന്നതുപോലെ ഫഅൽഹമഹ, ആ മനുഷ്യാത്മാവിന് അള്ളാഹു ബോധിപ്പിച്ചു. ആ മനുഷ്യാത്മാവിന്റെ ബോധ്യത്തിൽ അള്ളാഹു നിക്ഷേപിച്ചു. ഫുജൂറഹ, മനുഷ്യാത്മാവിന്റെ ഫുജൂറുകൾ. ഫുജൂർ അറിയാലോ, ഓനൊരു ഫാജിറാണ്, താന്തോന്നിത്തമാണ്. താന്തോന്നി എന്നതിന് ഫാജിർ, തെമ്മാടി എന്നതിന് ഫാജിർ എന്നാ പറയാ. ഫുജൂർ എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തം എന്നാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്സിൽ, മനുഷ്യന്റെ ആത്മാവിൽ അള്ളാഹു ബോധിപ്പിച്ചിട്ടുള്ള, നിക്ഷേപിച്ചിട്ടുള്ള ഒരു ബോധ്യമാണ് തെമ്മാടിത്തം. അത് അവനിൽ ഉണ്ട്. വതഖ്വാഹ, അത് മാത്രല്ല, അതിന് നേരെ അഭിമുഖമായി സൂക്ഷിക്കേണ്ട മുറപ്രകാരം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു ബോധ്യവും അള്ളാഹു നിക്ഷേപിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടും അവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് കരുതരുത്. ആദ്യം പറഞ്ഞ ഫുജൂർ വളരെ മാരകമാണ്, അപകടകരമാണ്. അതുകൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹു കാന ളലൂമൻ ജഹൂല, മനുഷ്യൻ വലിയ ലലൂമാണ്,
അവന്റെ ആ ഫുജൂർ അതിന്റെ റിഫ്ലക്ഷനാണ്, അതിന്റെ ബഹിർപ്രകടനമാണ്. വലൂം അക്രമം കാണിക്കുമല്ലാതെ മനുഷ്യര് സ്വന്തത്തോട് അക്രമം കാണിക്കും, സഹജീവികളോട് അതിക്രമം കാണിക്കും. അവൻ ജീവിക്കുന്ന ഈ സാഹചര്യത്തോട് അല്ലെങ്കിൽ ഈ പ്രകൃതിയോട് അവൻ അതിക്രമം കാണിക്കും. സ്വന്തത്തോടുള്ള അതിക്രമം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹനെ ധിക്കരിക്കുന്നതിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. സഹജീവികളോട് എന്ന് പറഞ്ഞാൽ അവന്റെ മുആമലകളിൽ, അവന്റെ ഡീലിങ്ങുകളിൽ, മറ്റുള്ളവരോടുള്ള ഇടപാടുകളിൽ കാണിക്കുന്നതാണ്. അവൻ ജീവിക്കുന്ന ഈ ആവാസ വ്യവസ്ഥയോടും ഈ പ്രകൃതിയോടും അവൻ ചെയ്യുന്നത്, അത് അവൻ ഈ ജീവിക്കുന്നിടത്തുള്ള അവനല്ല കൊടുത്തിട്ടുള്ള സംഹാരത്തിനുള്ളൊരു കഴിവുണ്ട്, നിർമ്മാണത്തിനുള്ള കഴിവ് പോലെ. ആ കഴിവ് അവന്റെ തെറ്റായ വശം അവൻ പ്രയോഗിക്കുന്ന കാര്യമാണ്. അവൻ ളുലൂമാണ്, ജഹൂരൻ, വിവരം കെട്ടവനാണ്, വലിയ വിവരദോഷിയാണ്. പക്ഷെ പാപമെല്ലാം അറിയുന്നതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ യാഥാർത്ഥ്യം വളരെ തുറന്നെഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവന്റെ അസ്ല് അൽ ജഹ്ലു വൽ-ളുൽം, അതിക്രമ മനോഭാവവും വിവരക്കേടുമാണ്. അതിൽ നിന്ന് അവൻ കരകയറണമെങ്കിൽ അവൻ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം. അള്ളാഹു അവന്റെ നന്മക്ക് വേണ്ടി ഇറക്കി കൊടുത്തിട്ടുള്ള ഗ്രന്ഥങ്ങൾ അത് അവൻ വായിച്ച് ഉൾക്കൊള്ളണം. അവന് വഴി കാട്ടാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള അംബിയ മുർസലീങ്ങളുടെ ഗൈഡൻസ് സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്യണം. ഇതാണ് സത്യം. അപ്പൊ ഹൃദയം എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിൽ ഈ വെളിച്ചം ഇട്ടിട്ടില്ലെങ്കിൽ ആ ഹൃദയം അതിങ്ങനെ ചുരുണ്ടു പോകും. ഹൃദയമൊന്നും സ്വീകരിക്കൂല, വളരെ സങ്കുചിതമായിരിക്കും. ചിലപ്പോ വിശ്വാസരാഹിത്യത്തിന്റെ എല്ലാ അപകടങ്ങളും ആ ദുൽമുകളും അതിൽ പ്രകടമാകും. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നു, ശറഹല്ലാഹു, അള്ളാഹു പരത്തിക്കൊടുത്തു. എന്താണ് അള്ളാഹ് പരത്തിക്കൊടുത്തത്? സ്വദറഹു, അവന്റെ സ്വദറിനെ, അവന്റെ നെഞ്ച്, അവന്റെ നെഞ്ച് എന്ന് പറയുന്നത് അതിന്റെ മക്കാനാണ്. ചിലപ്പോ അങ്ങനെ മക്കാൻ പറഞ്ഞ് ആ മക്കാനിലുള്ള ആ സ്ഥലത്തുള്ള വസ്തുവിനെ ഉദ്ദേശിക്കും. ഇവിടെ ആ സ്ഥലം പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വദറിലുള്ള ഖൽബിനെയാണ്. വലാകിൻ തഅമൽ ഖുലൂബ് അല്ലതി ഫി സുദൂർ. അതാ പറയണത്, കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഖറായിനുകളിലേക്ക് മടങ്ങണമെന്ന്. അല്ലാണ്ട് സ്വദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന നെഞ്ചാണ്. ആ നെഞ്ചിങ്ങനെ പരത്തി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അള്ളാഹ് വന്നിട്ട് നെഞ്ചൊരാളത്ത് ഇങ്ങനെ പരത്തൊന്നുമില്ല. അവിടെ സ്വദർ എന്നുള്ള വാക്ക് പ്രയോഗിച്ചുവെങ്കിലും ആ സ്വദറിലുള്ള ഹൃദയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. തഅമൽ ഖുലൂബ് അല്ലതി ഫി സുദൂർ, നെഞ്ചകത്തുള്ള ഹൃദയം. അതിനെ അള്ളാഹു പരത്തി കൊടുക്കും. ആ ഹൃദയത്തെ, അല്ലെങ്കിൽ ഹൃദയത്തിനകത്തുള്ള ആ നെഞ്ചകത്തിനകത്തുള്ള ഹൃദയത്തെ അള്ളാഹു ഇങ്ങോട്ട് പരത്തി വിശാലമാക്കി കൊടുക്കും. എന്തിന്? അതിങ്ങനെ ചുരുട്ടിക്കൂട്ടിയിട്ട് അത് ക്ലോസ്ഡ് ആക്കുന്നതിന് പകരം അതിനെ തുറന്നിട്ട് പരത്തി കൊടുക്കും. അങ്ങനെ തുറന്ന് പരത്തി വെച്ചു കൊടുത്താൽ ലിൽ ഇസ്ലാം, ആ ഹൃദയത്തിൽ ഇസ്ലാം വന്ന് കയറും. എന്താണ് ഇസ്ലാം? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅ. അതുപോലെ ഒന്ന് ഇസ്തിസ്ലാമു ലില്ലാഹ്, അള്ളാഹ്ക്കുള്ള സമർപ്പണമാണ്, പൂർണ്ണമായ സമർപ്പണം. ബിത്തൗഹീദ്,
അവന് മാത്രമായിട്ട്, അവൻ ഏകനാണ്, അവന്റെ ഏകത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവന് കീഴ്പ്പെടുക. വൽഇൻഖിയാദു ലഹു ബിത്ത്വഅ, അവൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവന്റെ ഹിതത്തിനനുസരിച്ച്, ഉദ്ദേശത്തിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച് വഴങ്ങി താണ് ജീവിച്ചു കൊടുക്കുക. വൽബറാഅതു മിനശ്ശിർക്കി വഅഹ്ലിഹി, മൂന്നാമത്തേത് അവനിൽ പങ്കുചേർക്കുന്ന, അവനെ ധിക്കരിക്കുന്ന ശിർക്കിന്റെ മുശ്രിക്കീങ്ങളിൽ നിന്ന്, അവരുടെ ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവരാരാധിക്കുന്ന കള്ളദൈവങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. ഇതാണ് ഇസ്ലാം. ഈ കാര്യത്തിന് വേണ്ടി ആ പറഞ്ഞ കാര്യം ഒന്ന് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽഇൻഖിയാദു ലഹു ബിത്ത്വഅ വൽബറാഅതു മിനശ്ശിർക്കി വഅഹ്ലിഹി, ഈ മൂന്ന് കാര്യം അത് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസമില്ലാത്ത വിധം മനസ്സിനാണ് തുറന്നിട്ട് പരത്തിന് വെച്ചു കൊടുക്കും. അങ്ങനെ അള്ളാഹു ഒരാളുടെ ഹൃദയത്തെ തുറന്ന് പരത്തി വെച്ചു കൊടുത്താൽ അപ്പോഴവൻ അലാ നൂരിൻ മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്നുള്ള ഒരു വെളിച്ചം അവന് കിട്ടും. അതൊരു ഒരു 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 ക്രമം അതിനുണ്ട്. ആ ക്രമം നോട്ട്ബുക്ക് കയ്യിലുള്ള ആൾക്കാരെ അത് ഇനി എഴുതിയേക്കണം എന്ന് ഞാൻ പറയുന്നത്, ഇല്ലെങ്കിൽ അത് മനസ്സിൽ ഉറക്കൂല. ഒരു മനുഷ്യന് സിദ്ഖ് കൈവിടാതിരിക്കുക, കാപട്യം, കൃത്രിമത്വം, കള്ളത്തരം ഒഴിവാക്കുക. കള്ളത്തരം, കാപട്യം, കൃത്രിമത്വം അത് ഒഴിവാക്കി അള്ളാഹ് അവനെ സൃഷ്ടിച്ചപ്പോ അവന് വന്നിട്ടുള്ള ആ ഫിത്രത്ത്, ആ സിദ്ഖ് നിലനിർത്തുക. അവന് തനിക്ക് സത്യം കിട്ടണേ എന്ന് അള്ളഹാനോട് വളരെ വളരെ താഴ്മയോടെ, സത്യസന്ധതയോടെ, വിനീതമായിട്ട് അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ട് സത്യം അന്വേഷിക്കുക. അവന് മുൻവിധിയില്ല, അവന് അഹങ്കാരമില്ല. ആ സന്ദർഭത്തിൽ അവനെ അള്ളാഹു അതിലേക്ക് വഴി ചേർക്കും, സത്യത്തിന്റെ വഴി കാണിച്ചു കൊടുക്കും. ഗ്രന്ഥങ്ങളിലൂടെ, അമ്പിയാക്കളായ അനന്തരാവകാശികളായ ഉലമാക്കളിലൂടെ, അള്ളാഹുടെ നിലനിർത്തി വരുന്ന അവന്റെ വചനങ്ങളിലൂടെ അവനെ സത്യത്തിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ആ അറിവ് അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കേറുമ്പോ, അറിവ് അത് കനത്ത് വരുമ്പോ അത് ഈമാനായി വരും. ആ ഈമാനായി വരുമ്പോ അത്തരം ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഒരു ഹുദ, സന്മാർഗം ഇട്ടുകൊടുക്കും. ആ ഹുദ കിട്ടുന്ന ആളുകളുണ്ടല്ലോ, അവരായിരിക്കും, ഹുദ കിട്ടിയാൽ അതിന്റെ അർത്ഥം ഹൃദയത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും വെളിച്ചം നിറഞ്ഞു. അത് അള്ളാഹു ഇട്ടുകൊടുക്കുന്ന ഒരു വെളിച്ചമാണ്. ഹുദ കിട്ടിയിട്ടല്ല ഈമാൻ വരിക. ഈമാൻ കിട്ടിയതിന്റെ ശേഷം അള്ളാഹ് ഇട്ടുകൊടുക്കുന്നതാണ് ഹുദ, ഹിദായത്ത്. ഹിദായത്ത് മനസ്സിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കുന്നതോടു കൂടി അവന്റെ ഹൃദയം അത് തിളങ്ങാൻ തുടങ്ങും, വിളങ്ങാൻ തുടങ്ങും. അത് ദീപ്തമായി കൊണ്ടിരിക്കും, അത് ജ്വലിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഉള്ളും പുറവും ഒരുപോലെ പ്രകാശപൂരിതമായിരിക്കും. എവിടെയും ഒരു അവ്യക്തത ഉണ്ടായിരിക്കില്ല. എവിടെയും ഒരു ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ഒരു യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ അവ്യക്തതയോ ഇല്ലാതെ അവൻ ഇങ്ങനെ നിൽക്കും. അതൊരു വെളിച്ചാണ്. ആ വെളിച്ചത്തിൽ പരലോകത്ത് അവൻ എന്താ വരാൻ പോവുക എന്ന കാര്യം അവന്റെ ഉൾക്കണ്ണിൽ കൊണ്ട് കാണും. ഈ ദുനിയാവിൽ അവൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള അവന്റെ വഴി തെളിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ സുന്നത്തുകൾ, ആ സുന്നത്തുകളുടെ ഗ്രൂവ് അവന്റെ കൺമുന്നിൽ തെളിഞ്ഞു കാണും. വലിയ വലിയ കാര്യങ്ങളാണ്. ആ ക്രമത്തിൽ നിങ്ങളുടെ മനസ്സിൽ അത് ഉറച്ചു കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയൂല, ഞാൻ അങ്ങനെ കുറച്ച് വാക്കുകൾ പറഞ്ഞു എന്നായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് തോന്നുക. പക്ഷെ ആയത്തുകളും ഹദീസുകളും നിങ്ങൾ ആഴത്തിൽ പഠിക്കും തോറും ഇത് നിങ്ങൾക്ക് ബോധ്യമാവും. ഇപ്പൊ ബോധ്യാവില്ല, ഒരു വർത്താനത്തിനൊന്നും ബോധ്യാകാൻ പോടില്ല. മസാനിയ എന്ന് പറഞ്ഞത് അതിനാണ്. മടക്കി 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 പറഞ്ഞെങ്കിലേ അത് കേറുള്ളൂ.
ഒരു മനുഷ്യന് അള്ളാഹ് സൃഷ്ടിച്ചു വിടുമ്പോ ഒരു ഫിത്രത്തുണ്ട്. ആ ഫിത്രത്തിൽ കാപട്യമില്ല, കൃത്രിമത്വമില്ല. അതാണ് സിദ്ഖ്. ആ സിദ്ഖ് നിലനിർത്തിയിട്ട് മുൻവിധികളും പക്ഷപാതിത്വങ്ങളും അഹങ്കാരങ്ങളും ഇല്ലാതെ സത്യം അവൻ അന്വേഷിക്കണം. അങ്ങനെ അവൻ തേടിയാൽ ആ സത്യം അവന്റെ മുന്നിൽ അള്ളാഹു എത്തിക്കും. അത് അവൻ ഇറക്കിയ ഗ്രന്ഥമായും ആ ഗ്രന്ഥത്തിന്റെ പരിപാലകരായിട്ടുള്ള ആളുകൾ, ചിലപ്പോൾ നബിമാർ ജീവിച്ച കാലാണെങ്കിൽ നബിമാരായിട്ടോ, അല്ലെങ്കിൽ നബിമാർക്ക് ശേഷം അവരുടെ അനന്തരാവകാശികളായിട്ടുള്ള ഉലമാക്കളായിട്ടോ, അവരിലൂടെ അവന് ആ കാര്യങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കും. സത്യം തേടുമ്പോ സത്യം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഖുർആന്റെ വചനങ്ങൾ, ഹദീസിന്റെ വചനങ്ങൾ, അള്ളാഹ് ഇറക്കിയിട്ടുള്ള വചനങ്ങൾ അവന് കേൾക്കും. അതാദ്യം ഒരു ധാരണയായിരിക്കും. പിന്നെ ആ ധാരണ അവന്റെ മനസ്സിൽ ഉറച്ചുറച്ച് അതൊരു ഈമാനാകും. പിന്നെ ആ ഈമാൻ അവിടുന്ന് വിട്ടിട്ട് യഖീനാകും. അല്ലദീന ആമനു സുമ്മ ലം യർതാബു. പിന്നെ അവർക്കൊരു ശങ്കക്കിടമില്ലാത്ത വിധം, ആർക്കും പിടിച്ചു കുലുക്കാൻ പറ്റാത്ത വിധം അൺഷേക്കബിൾ ആയിട്ടുള്ള ഒരു യഖീനാകും. അങ്ങനെ അവൻ വിശ്വാസത്തിൽ ഉറച്ചു കഴിയുമ്പോ അള്ളാഹു അവന് ഹിദായത്ത് നൽകും. ഹിദായത്ത് നൽകുമ്പോ ആ ഹിദായത്തിന്റെ ബഹിർപ്രകടനമാണ് അവന്റെ മനസ്സിൽ വെളിച്ചം തരിക എന്നുള്ളത്. അതിന് ഈ പറഞ്ഞപ്പോ അള്ളാഹ് ഹിദായത്ത് നൽകണമെങ്കിൽ, അള്ളാഹു ഇറക്കിയിട്ടുള്ള ഈ വചനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ, ആദ്യം ഈ വചനങ്ങൾ എവിടെയാണ്, ഈ വചനങ്ങൾ, ഈ അറിവുകൾ, ഈ ഈമാന് അത് എവിടെയാണ് വാങ്ങി വെക്കേണ്ടത്? അത് വാങ്ങി വെക്കേണ്ട ഇടമാണ് ഹൃദയം. ആ ഹൃദയം ഇങ്ങനെ പൂട്ടിയിട്ട് അതിങ്ങനെ ചുരുട്ടിക്കെട്ടി വെച്ചാൽ പറ്റൂല. അതിന്റെ ഹൃദയത്തിന്റെ പൂട്ടുകൾ അള്ളാഹു തുറന്നു കൊടുക്കും. ഈ സിദ്ഖിലുള്ള ഫിത്രത്തിലുള്ള ആളുകൾ മുൻവിധിയില്ലാതെ, പക്ഷപാതമില്ലാതെ, അഹങ്കാരമില്ലാതെ, വിനയത്തോടു കൂടി സത്യം തേടിയാൽ അള്ളാഹു അവരുടെ ഹൃദയത്തിന്റെ പൂട്ടുകൾ അത് തുറന്നിട്ട് ഹൃദയത്തെ ഇങ്ങനെ പരത്തി കൊടുക്കും, വരുന്നത് ഇങ്ങനെ വാങ്ങി വെക്കാൻ. അങ്ങനെ അതെല്ലാം വാങ്ങി വെച്ച് കഴിയുമ്പോൾ അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ ഹിദായത്ത് ഇട്ടുകൊടുക്കുന്നു. അതൊരു വെളിച്ചമായിട്ട് അവന്റെ ഹൃദയത്തെ, ആ ഹൃദയം ഇങ്ങനെ ജ്വലിക്കാൻ തുടങ്ങുന്നു. അകത്തും പുറത്തും ഒരുപോലെ വെളിച്ചം. ആ വെളിച്ചത്തിൽ പരലോകത്തെ സ്ഥിതി എന്താണ് എന്നവൻ കാണുന്നു. അവിടുത്തെ ശിക്ഷകൾ അവൻ കാണുന്നു. അവിടുത്തെ പ്രതിഫലത്തെ അവൻ കാണുന്നു. ആ ശിക്ഷയിൽ നിന്ന് അകലാൻ വേണ്ട എല്ലാ കാര്യവും അതിൽ നിന്ന് അവൻ ഓടിയൊളിക്കുന്നു. ആ പ്രതിഫലം വാങ്ങാൻ വേണ്ടി പ്രതിഫലത്തിന്റെ ഭാഗത്തേക്ക് അവൻ മനസ്സുകൊണ്ട്, നാവുകൊണ്ട്, ശരീരം കൊണ്ട് അവൻ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂലോകത്ത് അവൻ ജീവിക്കേണ്ടത് എങ്ങനെ എന്നതിന്റെ വഴി തെളിയുന്നു. ഏതെല്ലാം വാജിബാത്തുകളാണ്, ഏതെല്ലാം മഹ്ലൂറാത്തുകളാണ്, ഏതെല്ലാം മക്രൂഹാത്തുകളാണ്, ഏതെല്ലാം സുനനുകളാണ്, മന്ദൂബാത്തുകളാണ്, ഏതെല്ലാം മുബാഹികളാണ് എന്നവന് മനസ്സിലാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ സൃഷ്ടികളിൽ, അവന്റെ പ്രകൃതിയിൽ അവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ പദ്ധതികൾ, അവന്റെ സുനനുകൾ, ആ സുനനുകളെ കുറിച്ച് അതിന്റെ ഒരു ഗ്രൂവ് അവന് തെളിഞ്ഞു വരുന്നു. അങ്ങനെ വൃത്തിയിൽ ജീവിക്കാൻ പറ്റിയാൽ, അങ്ങനെയായിരുന്നു സ്വഹാബത്ത്. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ ഉസറാക്കളാക്കി തെരഞ്ഞെടുത്തത് വെറുതെ അല്ല. ആ സ്വഹാബത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഫിത്രത്തില് നിലകൊള്ളാൻ ശ്രമിച്ച ആളുകളാണ്. അവര് സിദ്ഖ് കൈവിടാത്തവരാണ്. കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നില്ല, കാപട്യങ്ങൾ ഉണ്ടായിരുന്നില്ല, കൃത്രിമത്വങ്ങൾ ഉണ്ടായിരുന്നില്ല, അഹങ്കാരങ്ങൾ ഉണ്ടായിരുന്നില്ല. അവര് അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി, അവർക്ക് സത്യം കിട്ടണമെന്ന നിർബന്ധത്തോടു കൂടി ഓരോ ആളുകൾ വന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ടില്ലേ? ആ ചോദ്യം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എത്ര കൃത്യമാണ്, എത്ര നേരച്ചൊവ്വയാണ്, എത്ര വിനീതമായിട്ടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുക്കുമ്പോ ലാ സീദു അലാ ഹാദ വലാ അൻഖുസ്, ഇതന്നെ, ഇനി ഞാൻ വേറൊന്നിലേക്കില്ല, എനിക്ക് വേറൊന്നും വേണ്ട. എനിക്കറിയില്ല നിങ്ങൾ എന്താണ് ഈ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മുആദ് എന്താണ് ഈ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൈകെട്ടിയ ഞാൻ അള്ളാഹിനോട് നരകത്തിൽ നിന്ന് കാവൽ തേടും, ഞാൻ അള്ളാഹിനോട് സ്വർഗം ചോദിക്കും. റസൂലുള്ളാഹിനോട് പറയുന്നു ഹൗലഹുമാനുദന്റ്, മുആദാണെങ്കിലും ശരി ഞാനാണെങ്കിലും ശരി ഞങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി തന്നെ ഞങ്ങൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര അങ്ങനെ ആയിരുന്നു റസൂലുള്ളാഹിന്റെ ആ സ്വഹാബത്ത്. അവർ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുള്ള അവരുടെ ആ മനോഘടനയും മനോനിലയും ആ സമീപന രീതിയും നമ്മൾക്ക് പിന്തുടരാൻ പറ്റിയാൽ അതൊരു വല്ലാത്ത തെളിമയാണ്, അതൊരു വല്ലാത്ത ബോധമാണ്. യുക്തി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ബോധമാണ്. ആ ബോധത്തിൽ എല്ലാം വ്യക്തമാണ്, കാര്യങ്ങൾ തെളിഞ്ഞു വരും. അവരെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ തസീദുൽ അഖ്ൽ വദ്ദീൻ വൽ ഖുലുഖ്, ബുദ്ധി കൂടും, ദീന് കൂടും, അവന്റെ ധാർമ്മിക ബോധം, അവന്റെ മൊറാലിറ്റി കൂടും, അത് വേറെ മനുഷ്യനായിത്തീരും. ആ ബോധ്യങ്ങൾ ഈമാനും അത് യഖീനുമായി തീരുമ്പോൾ അള്ളാഹ് അതിലേക്ക് ആ ഹൃദയത്തിലേക്ക് വെളിച്ചമിട്ട് കൊടുക്കും, ഹിദായത്ത് ഇട്ട് കൊടുക്കും. ഹിദായത്ത് വെളിച്ചാണ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ അതിന്റെ ഉൾവശം അത് തെളിയും, അതിന്റെ പുറം അതുപോലെ ജ്വലിക്കും. അതിൽ അവൻ കാണാത്ത ഒന്നുമില്ല. അവൻ അള്ളാഹു ബസീറത്ത് കൊടുക്കും, അള്ളാഹു അവന് ബസർ കൊടുക്കും. അവന്റെ ബസീറത്തിൽ അവൻ പരലോകം കാണും, അവന്റെ ബസറിൽ അവന് ഈ ദുനിയാവ് കാണും. ഇവിടെ അവൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ, ഏതാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്, ഏതാണ് അള്ളാഹ്ക്ക് വെറുപ്പുള്ളത് അവൻ മനസ്സിലാക്കും. പരലോകത്ത് അതുകൊണ്ട് വന്നു ചേരാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്, അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ എന്താണ് അവന് കിട്ടാൻ പോകുന്നത്, അതവൻ അവന്റെ മനോമുകുരത്തിൽ തെളിഞ്ഞു നിൽക്കും. ഈ ദുനിയാവിൽ അവൻ എങ്ങനെ പോണം എങ്ങനെ പോണ്ട എന്നുള്ളത്, അള്ളാന്റെ അഹ്കാമുകൾ, അവന്റെ ശറായകൾ, അള്ളാന്റെ അഖ്ബാറുകൾ, അതെല്ലാം അവ്യക്തതകളില്ലാതെ പൂർണ്ണ വ്യക്തതയോടുകൂടി അവന്റെ മുന്നിൽ തെളിഞ്ഞു വരും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സുനനുകളെ കുറിച്ച്, സുനനുല്ലാഹി ഫീ കൗനിഹി വഫീ ഖൽഖിഹി, അതെങ്ങനെയാണ് അതിന്റെ രീതി എന്നത് അവന് മറ്റൊരു പടപ്പിലും കിട്ടാത്ത രൂപത്തിൽ ഇവര് ബോധ്യാകും. അതൊരു ബോധ്യമാണ്, അത് യുക്തി എന്ന് ഞാൻ പറയുന്നില്ല, അതൊരു ബോധമാണ്. അള്ളാഹു കൊടുക്കുന്ന ഒരു ബോധം, അത് മനസ്സിൽ തെളിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അവർക്കെന്തൊരു സമാധാനാണ്, അവർക്കെന്തൊരു വ്യക്തതയാണ്, അവർക്ക് എന്തുമാത്രം കൃത്രിമത്വമില്ലാത്ത ആ ശുദ്ധമായ ഒരു സമീപനമാണ്. നേരെ സ്ട്രെയിറ്റ് കാര്യങ്ങളുണ്ടാവും, മറ്റേ വളച്ച് തിരിച്ച് മറച്ചു പിടിച്ച് അങ്ങോട്ട് പറ്റിച്ച് ഇങ്ങോട്ട് പറ്റിച്ച് തിരിച്ചു വെച്ച് വളച്ചു വെച്ച് ഒന്നും ആവശ്യമല്ല. നേരെ ചൊവ്വയാണ് കാര്യം. ജീവിതത്തിന് സങ്കീർണതകളില്ല. ലാളിത്യത്തിന്റെ, വ്യക്തതയുടെ, സൗകര്യത്തിന്റെ, സന്തോഷത്തിന്റെ, പ്രതീക്ഷയുടെ അതെല്ലാം കൂടെ ഒത്തിണങ്ങിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ജീവിതമായിരിക്കും അത്. ബാക്കിയുള്ള കുറെ കാലുഷ്യങ്ങൾ, ദുന്യാവിന്റെ കാലുഷ്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും. പുറത്ത് ഭയങ്കര ചൂടായിരിക്കും, 52 ഡിഗ്രി 53 ഡിഗ്രി ആയിരിക്കും. പക്ഷെ ഇവന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഐസ് കോരിട്ട മാതിരി നല്ല ശീതളമായ ഒരു ശീതള ഛായയിലാണ് അവൻ ജീവിക്കുക. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുന്ന നൂറ് അവന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള നൂറിന്മേലാണ് അവൻ. അങ്ങനെയുള്ള ഒരുത്തനാണോ എന്ന് ചോദിച്ചാൽ ലൈസ കമൻ അഖ്സല്ലാഹു ഖൽബഹു, ലൈസ കമൻ അഖ്സല്ലാഹു ഖൽബഹു. പല മുഫസ്സിരീങ്ങളും, ബഗവിയാണെന്ന് തോന്നുന്നു, ആ രൂപത്തില് ആണ് ഇതിന് വ്യാഖ്യാനിച്ചു കൊടുത്തത്.
ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ലൈസ, അവനല്ല. കമൻ നഖ്സല്ലാഹു ഖൽബഹു, അള്ളാഹു യാതൊരുവന്റെ ഹൃദയത്തെ കടുത്തുറച്ചു പോയോ, അതിനെ പരുഷമാക്കി തീർത്തോ, അതിനെ കഠിനതരമാക്കി തീർത്തോ, അവനെ പോലെയല്ല. അവനും ഇവനും സമാണോ എന്നാണ് ചോദ്യം. ചിലർ അങ്ങനെ വ്യാഖ്യാനിക്കും. അള്ളാഹു ഹൃദയത്തെ ഇങ്ങനെ ശർഹ് ചെയ്തു കൊടുത്തിട്ടുള്ളവനും, എന്നാൽ ഹൃദയത്തെ അള്ളാഹു തുറന്ന് പരത്തി കൊടുക്കാതെ അതിനെ അതിനെ പരുഷമാക്കി തീർത്ത, അതിനെ കഠിനതരമാക്കി തീർത്ത അവനും ഇവനും സമാകുമോ? രണ്ടും രണ്ടല്ലേ? ഒന്ന് ഇരുട്ടും വെളിച്ചമല്ലേ? ഒന്ന് ജീവിതമല്ലേ? ഒന്ന് മരണമല്ലേ? ഒന്ന് നാശമല്ലേ? ഒന്ന് വിജയമല്ലേ? അത് രണ്ടും സമാവില്ലല്ലോ. ഇങ്ങനെയുള്ളവൻ ലൈസ കമൻ നഖ്സല്ലാഹു ഖൽബഹു, അള്ളാഹു യാതൊരുവന്റെ ഹൃദയത്തെ കഠിനതരമാക്കിയോ പരുഷമാക്കിയോ അവനെ പോലെയല്ല എന്നത് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അതിനുള്ള കരീനത്ത് എന്താണ്? അതിനുള്ള കരീനത്ത് ഈ ആയത്തിൽ തന്നെ തുടർന്ന് വരുന്ന ഭാഗമാണ്. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് എന്ന് പറയുന്ന ഭാഗമാണ് അതിനുള്ള തെളിവ്. അവൻ ഇവനെ പോലെയല്ല. അഫമൻ ശറഹല്ലാഹ് സ്വദറഹു, യാതൊരുവന്റെ നെഞ്ചകത്തുള്ള ഹൃദയത്തെ അള്ളാഹു തുറന്ന് പരത്തി കൊടുക്കുന്നു. ലിൽ ഇസ്ലാം, ഇസ്ലാമിന് കയറാനും ഇസ്ലാമിന് വന്നിരിക്കാനും വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നു, പരത്തി കൊടുക്കുന്നു. അങ്ങനെ ആ ഇസ്ലാം അവന്റെ മനസ്സിൽ കയറുമ്പോൾ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അള്ളാഹു അവന് ഇറക്കി കൊടുത്തിട്ടുള്ള ആ വെളിച്ചത്തിലായി തീരുന്നു അവൻ. അങ്ങനെയുള്ളവനാണോ? അത് ഉൾക്കൊള്ളാതെ അള്ളാഹു ഹൃദയം പരുഷമാക്കി കൊടുത്ത മനുഷ്യനെ പോലെയാണോ? അല്ല. രണ്ടുപേരും സമാണോ? അല്ല. ഇവൻ അവനെ പോലെയാണോ? അല്ല. രണ്ടുപേരും ഒരുമിച്ചല്ല. അവിടെ പറഞ്ഞു വെച്ചത് മറ്റവനെ പോലെയാണോ എന്നുള്ളത് ഇനി പറയേണ്ടതില്ല, പറയാതെ തന്നെ അതിൽ നിന്ന് കിട്ടും. കാരണം ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് എന്ന വേറൊരു തരം ആളുകൾ. ഖുലൂബുഹും, അവരുടെ ഹൃദയം, ഖാസിയ, ഖസായഖ്സു, ഖസ്വ, ആ വാക്ക് അതിൽ ആദ്യ അക്ഷരം ഖാഫാണ്, മിഡിൽ ലെറ്റർ സീനാണ്, അതിലെ ലാസ്റ്റ് ലെറ്റർ വാവാണ്. എഴുതുമ്പോ ഖാഫ്, സീന്, പിന്നെ പുള്ളില്ലാത്ത യാ അഥവാ മഖ്സൂറായ അലിഫ്. ഖസാ, അതിന്റെ മുവാരി വരെ യഖ്സു, ദആ യദ്ഉ എന്നതുപോലെ. മസ്ദർ ഖസ്വ, ഖാഫ്, സീന്, വാവ്, പിന്നെ മർബൂത്തായ ത. അതിന്റെ ഫാഇലാണ് ഖാസിൻ. അതിന്റെ സ്ത്രീലിംഗ രൂപം എടുക്കുമ്പോ ഖാസിയത്തുൻ. ഇവിടെ സ്ത്രീലിംഗ രൂപമാക്കാനുള്ള കാരണം ഹൃദയങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഖുലൂബ്, ഖൽബ്, ഖുലൂബ് എന്ന് പറഞ്ഞതാണ്. കുല്ലു ജംഇൻ മുഅന്നസു. അപ്പൊ യാതൊരുത്തരുടെ ഹൃദയങ്ങൾ ഖാസിയത്താണോ അവർക്കുള്ളതാണ് വൈല്. വൈല് എന്ന് പറഞ്ഞാൽ നരകമാണ്. നരകത്തിലെ ഒരു പ്രത്യേക ഏരിയയാണ്. ഏറ്റവും ഭയാനകമായ, ഏറ്റവും ബീഭത്സമായ ആ ഏരിയ. അതിനെക്കുറിച്ച് പല സ്ഥലത്തും വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്, വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നരകത്തിലെ ഏറ്റവും ഭയാനകമായ ആ ഏരിയ അവർക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്, ഹൃദയം കടുത്തുറച്ചു പോകുന്ന ആളുകൾക്ക് വേണ്ടി. അതുകൊണ്ട് ഹൃദയം തകരാറാകാതെ, ഹൃദയം കടുത്തുറച്ചു പോകാതെ, ഹൃദയത്തിന്റെ നൈർമല്യം, അതിന്റെ ആർദ്രത നിലനിർത്തുക എന്നുള്ളത് ചെറിയൊരു സംഗതിയല്ല, ഏറ്റവും വലിയ സംഗതിയാണ്. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് പല സന്ദർഭങ്ങളിലും ഞാൻ നിങ്ങൾ ഉണർത്താറുണ്ടായിരുന്ന മാലിക് ഇബ്നു ദീനാറിന്റെ വചനം മുഫസ്സിരിങ്ങൾ കൊണ്ടുവരാറുള്ളത്. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് യഖൂൽ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മാ ളുരിബ അബ്ദുൻ ബിഉഖൂബത്തിൻ അഅ്ളമ മിൻ ഖസ്വത്തിൽ ഖൽബ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിക്കും
ഖസ്വത്തുൽ ഖൽബിനേക്കാൾ, ഹൃദയത്തിന്റെ പാരുഷ്യം, ഹൃദയത്തിന്റെ കാഠിന്യം, അതിനേക്കാൾ വലിയൊരു ശിക്ഷ ഈ ദുനിയാവിൽ വേറെ അവന് കിട്ടിയിട്ടില്ല. ദുനിയാവിൽ അള്ളാഹു അടിച്ചു വീഴ്ത്തി അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷ ഏതാണെന്നറിയും. അത് ഖസ്വത്തുൽ ഖൽബാണ്. ഇന്ന ലില്ലാഹി തബാറക വതആല ഉഖൂബാത്തിൻ ഫിൽ ഖുലൂബ്. അള്ളാന്റെ ശിക്ഷ ശരീരത്തിന് കൊള്ളുന്നതിനേക്കാൾ വേദന ഉള്ളതായിരിക്കും, പ്രത്യാഘാതം ഉണ്ടാക്കുന്നതായിരിക്കും മനസ്സിന് കൊള്ളുന്നത്. ചിലപ്പോൾ രോഗം വല്ലതും തന്നിട്ട് നമ്മൾക്ക് ശരീരത്തിൽ അള്ളാന്റെ ശിക്ഷ വരാം, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ കുറവ് വരുത്തിയിട്ട് ശിക്ഷ വരാം, അല്ലെങ്കിൽ നമ്മുടെ ആത്മാക്കളിൽ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ, നമ്മുടെ മക്കളിൽ, ഭാര്യമാരിലൊക്കെ അവരിൽ ആപത്ത് സംഭവിച്ചിട്ട് നമുക്ക് പരീക്ഷണങ്ങൾ വരാം. പക്ഷെ അതെല്ലാം താരതമ്യേന ചെറുതാണ്. അതിനേക്കാളെല്ലാം വലുതാണ് നമ്മുടെ മനസ്സിനേൽക്കുന്ന ശിക്ഷ. അള്ളാഹു അവന്റെ സൃഷ്ടികളായ നമ്മെ ദുനിയാവിൽ വെച്ച് ഏൽപ്പിക്കുന്ന ശിക്ഷകളിൽ ഇങ്ങനെ മനസ്സിനേൽപ്പിക്കുന്ന ശിക്ഷ ഉണ്ട്. ഇന്ന ലില്ലാഹി തബാറക വതആല ഉഖൂബാത്തിൻ ഫിൽ ഖുലൂബ്. മാ ളുരിബ അബ്ദുൻ ബിഉഖൂബത്തിൻ അഅ്ളമ മിൻ ഖസ്വത്തിൽ ഖൽബ്. ഖസ്വത്തുൽ ഖൽബിനേക്കാൾ, ഹൃദയത്തിന്റെ പാരുഷ്യം, ഹൃദയത്തിന്റെ കാഠിന്യം, അതിനേക്കാൾ വലിയ ഒരു ശിക്ഷ വേറെ ഒരു മനുഷ്യനും കിട്ടിയിട്ടില്ല. അതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന, ഇഹലോകത്ത് വെച്ച് അവന് ഏൽക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണ്. അതിന്റെ ബാക്കി ഭാഗം വമാ ഗളിബല്ലാഹു അസ്സ വജല്ല അലാ ഖൗമിൻ ഇല്ലാ നസഅ മിൻഹുമുർ റഹ്മ. ഏതൊരുത്തരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ചുവോ അവരിൽ നിന്ന് കാരുണ്യത്തിന്റെ ബോധം അള്ളാഹു എടുത്തു മാറ്റാതിരുന്നിട്ടില്ല. അള്ളാഹൊരുത്തരോട് കോപിച്ചാൽ അള്ള ചെയ്യെന്താന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിലുള്ള കാരുണ്യബോധം ഉണ്ടല്ലോ അതങ്ങ് എടുത്തു മാറ്റും. പിന്നെ കോൾഡ് ബ്ലഡഡ്, ഇത്രയും വലിയ ദുൽമ്, ഇത്രയും വലിയ മനസ്സാക്ഷി ഇല്ലാത്ത ആളുകൾ, ഇങ്ങനെ കുറെ ആളുകളുണ്ട്, നമ്മൾ കാണുന്നതല്ലേ. ഒന്നും ചെയ്യാനൊരു പ്രശ്നമല്ല. ദീനിൽ നിന്നുള്ള മറ അതുപോലും ഒന്നല്ല. ഖബ്ബാബ് ഇബ്നുൽ അറത്തിന്റെ മകൻ അബ്ദുള്ള, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഖവാരിജുകൾ കൈകാര്യം ചെയ്ത ചരിത്രം നമ്മൾ വായിച്ചതല്ലേ. ഗർഭിണിയായ സ്ത്രീയുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ നേരെ ഒരാടിനെ അറക്കും പോലെ അറക്കുക അവർ ചെയ്ത്. ഖവാരിജുകൾ വലിയ തഖ്വീം പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. ദീനിനെ അവർ തെറ്റായി പ്രയോഗിച്ചപ്പോൾ, ദീനിനെ അവരുടെ ബുദ്ധിയുടെ വ്യാഖ്യാനങ്ങൾക്ക് അവർ വിട്ടുകൊടുത്തപ്പോ, അവരുടെ യുക്തി അനുസരിച്ച്, അവരുടെ ബുദ്ധി അനുസരിച്ച് വ്യാഖ്യാനിച്ചപ്പോ അവരുടെ ഹൃദയം കടുത്തുറച്ചു പോയി. അള്ളാഹ് അവരുടെ ഹൃദയത്തിന് ഖസ്വത്ത് നൽകി. അവരുടെ മനസ്സിലുണ്ടായിരുന്ന റഹ്മത്ത്, അവരോട് അള്ളാഹ് കോപിച്ചപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന റഹ്മത്തിനെ അള്ളാഹു റിമൂവ് ചെയ്തു. അവസാനം ആ അബലയായ പാവപ്പെട്ട ഗർഭിണിയായ ആ സ്ത്രീയുടെ കൺമുന്നിൽ വെച്ചിട്ട് ഇദ്ദേഹത്തെ ആടിനിറക്കുന്ന മാതിരിയാണ്. എന്നല്ല, പിന്നെ ആ സ്ത്രീയെ ഉപദ്രവിക്കാൻ പോകുമ്പോ അവർ പറഞ്ഞു, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കട്ടോ, ഇന്നിമ്രഅത്തുൻ ഹുബ്ബുല, ഞാന് ഗർഭിണിയായ ഒരു സ്ത്രീയാണ്. അവരത് കേട്ട ഭാവല്ല. ആ സ്ത്രീ അതിദാരുണമായി കൊലപ്പെടുത്തിയിട്ട് വയറ് കീറി കുഞ്ഞിനെ പുറത്തിട്ട്. അതുകൊണ്ട് ഏതൊരു ഖൗമിനോട് അള്ളാഹു കോപിച്ചുവോ ഇല്ലാ നസഅ മിൻഹുമുർ റഹ്മ, റഹ്മത്ത്, കാരുണ്യം എന്നുള്ള ബോധം അവരിൽ നിന്ന് അള്ളാഹു റിമൂവ് ചെയ്യും, എടുത്തു നീക്കും. ഒരു വല്ലാത്ത വാക്യാണ്. നമ്മൾ ഇത്തരം വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അത് ആയത്തുകളുടെയും ഹദീസുകളുടെയും മിസ്ദാഖുള്ള വചനങ്ങളായതുകൊണ്ടാണ്.
അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട് എന്നതുകൊണ്ടാണ്. അല്ലാണ്ട് അള്ളാന്റെയും റസൂലിന്റെയും വചനമില്ലാതെ ഏതെങ്കിലും ആളുകൾ പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഏത് മഹാനാണെങ്കിലും അത് കൗലാണ്. കൗല് തെളിവല്ല കൂട്ടരെ. ഒരു കൗല് കേട്ടാൽ അത് തെളിവിന് നിരക്കുന്നതാണോ? തെളിവ് അതിന് അന്വേഷിച്ച് നോക്കണം. ഇതിന് നമ്മൾ തെളിവ് അന്വേഷിക്കാല് ഇത് കണ്ടോ നിങ്ങൾ? ഇതിന്റെ മിസ്ദാഖാണ്. ഇതിന്റെ മിസ്ദാഖാണ് ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അങ്ങനെ തെളിവുള്ള വാക്കുകള്, അത് വളരെ സ്ട്രൈക്കിംഗ് ആയ വാക്കുകളാവുമ്പോൾ നമ്മളത് അതുകൂടി വായിക്കും, അതുകൂടി നമ്മൾ ചർവിതചർവണം നടത്തും. കാരണം അതിൽ നിന്ന് നമുക്ക് ഫായിദ കിട്ടാനുണ്ട്. അല്ലാണ്ട് അത് സ്വതന്ത്രമായ തെളിവാന്ന് വിചാരിച്ചിട്ടല്ല. തെളിവ് വേറെ, കൗല് വേറെ. തെളിവ് വേറെ, അത് അള്ളയും റസൂലും പറഞ്ഞതാണ്. കൗല് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പറഞ്ഞതാണ്. മനുഷ്യൻ പറഞ്ഞത് ചിലപ്പോ അള്ളയും റസൂലും പറഞ്ഞതിനോട് യോജിച്ചു വരും. അതുകൊണ്ട് യോജിച്ചു വരുന്നുണ്ടോ അല്ലേ എന്ന് ആദ്യം നോക്കണം. അതാണ് യുഹ്തജ്ജു ലഹാ. അതിന് ഹുജ്ജത്തുണ്ടോ, അള്ളയും റസൂലും പറഞ്ഞതിനോട് യോജിച്ചു വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അത് നോക്കാൻ നിശ്ചയില്ലാത്ത ആൾക്കാരാണ് കുറെ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കുഞ്ഞവറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹദീസ് പറഞ്ഞ വാക്കാണ് ഹുദസാ ഉൽ അസ്നാൻ. ഹുദസാ ഉൽ അസ്നാൻ, അവര് ഇളമക്കാരാണ്. അവര് അല്പന്മാരാണ്. അവർ അള്ളാന്റെയും റസൂലിന്റെയും കൗലല്ല, അവര് പടപ്പുകളെ കൗലിനാണ് മുൻഗണന. അയിമക്ക് അള്ളാഹിന്റെ റസൂലിന്റെ കൗല് ചേർക്കാൻ കിട്ടുമെങ്കിൽ അത് ചേർക്കുക. അതങ്ങനെയല്ല, അള്ളാഹിന്റെ റസൂലിന്റെ കൗലാണ് അടിസ്ഥാനം. അത് ശരിപ്പെടുത്തുന്ന, അത് സാധൂകരിക്കുന്ന, അത് ശരിവെക്കുന്ന, അത് സാക്ഷീകരിക്കുന്ന വാക്കുകളെ ഇവർ ഉദ്ധരിക്കുള്ളൂ സത്യത്തിന്റെ ആൾക്കാർ. അതുകൊണ്ട് ഏതൊരു വാക്ക് എവിടെ ആര് പറഞ്ഞാലും അത് തെളിവല്ലല്ലോ, കൗലാണ്. ആ കൗല് തെളിവിനോട് നിരക്കുന്നുണ്ടോ എന്ന് നോക്കണം. നോക്കിയാൽ ഓക്കെ. അപ്പൊ മാലിക് ഇബ്നു ദീനാറിന്റെ കൗല് നിങ്ങൾ ഓർമ്മയിൽ വെക്കണത് നല്ലതാ. ഈ ആയത്ത് പഠിക്കുമ്പോ ആ മാലിക് ഇബ്നു ദീനാറിന്റെ കൗല് അല്ലട്ടോ ഒന്നാമത്തത്. അള്ളാന്റെ കൗലാണ്. ഫവൈലുൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അവര് വലിയ വഴികേടിലാണ്. അതിൽ വല്ല അവ്യക്തതയുണ്ടല്ല, വ്യക്തമായ വഴികേടിലാണ്. ഈ ആയത്താണ് വലുത്. ആ ആയത്ത് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിന് സമാനമായ ഹദീസുകൾ സാധൂകരിക്കുന്ന കൗല് അത് നമ്മൾക്ക് സ്വീകരിക്കാം. അതിനെന്താ കുഴപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുഞ്ഞിനെ ഒരിക്കൽ ചുംബിച്ചു. അപ്പൊ ഒരു അറാബിക്ക് ഒരു അത്ഭുതം, ഞങ്ങളെ കുട്ടികളെ അങ്ങനെ ഉമ്മ വെക്കലില്ലല്ലോ. ചില മനുഷ്യന്മാരെ കണ്ടില്ലേ, അവര് പറഞ്ഞു ഞാൻ അങ്ങനെയാണ്. എന്ത് ഞാൻ അങ്ങനെയാണ്? ഞാൻ അങ്ങനെയാകാൻ പാടില്ല. ഞാൻ ആകേണ്ട രീതിയുണ്ട്. ആ ജഹലും ദുൽമുലും അല്ല മനുഷ്യൻ വളരേണ്ടത്. അത് മാറാനാണ് ഈ വെളിച്ചം കയറേണ്ടത്. ഈ വെളിച്ചം കയറിയിട്ടത് മാറണ്ടേ? ഞങ്ങളെ കുട്ടികളെ ചുംബിക്കാറില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അവ അംലികുലക ഇൻ നസഅല്ലാഹു റഹ്മത മിൻ ഖൽബിക്. എന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹ് റഹ്മത്ത് നീക്കം ചെയ്താൽ ഞാൻ നിനക്ക് എന്താണ് നിനക്ക് വേണ്ടിയിട്ട് എനിക്ക് ഉടമപ്പെടുത്താൻ സാധിക്കുക? എനിക്ക് പിന്നെ എന്ത് ചെയ്ത് തരാൻ പറ്റും? അത് അള്ളാഹ് തരണ്ടേ? അള്ളാഹ് കോപിച്ചാൽ കാരുണ്യം എന്ന് പറയുന്ന ആ ബോധം മനസ്സിൽ നിന്ന് അവൻ അന്ന് എടുത്തു മാറ്റും. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ യർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. അതുകൊണ്ട് ഹൃദയം കടുത്തുറച്ച് പോകാതിരിക്കാൻ വേണ്ട എല്ലാ വഴിയും ചെയ്യണം. മരണം ഓർക്കണം. ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത് ആലോചിക്കണം. ഖബറാളികൾ കിടക്കുന്ന ആ സ്ഥലങ്ങൾ, ഖബറിൽ കിടക്കുന്ന ആളുകൾ ഇടയ്ക്ക് നിങ്ങൾ പോണം. സിയാറത്തുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. വേറെ വലിയൊരു ആപത്തിലേക്ക് മനുഷ്യൻ ചിന്തിച്ചു പോകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആദ്യം അത് വിലക്കിയെങ്കിലും പിന്നെ അത് തുറന്നു.
കുന്തു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂർ അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ. ഇത് പരലോകത്ത് ഓർമ്മിപ്പിക്കും. അത് നിങ്ങളുടെ മനസ്സിനെ ഫ്രഷ് ആക്കി നിർത്തും. അതിനെ ഫാക്ടറി സെറ്റിംഗ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമാണത്. മനസ്സിലുള്ള എല്ലാ ദോഷങ്ങളും മറ്റും എന്ത് ചെയ്യും, പെർജ് ചെയ്തിട്ട് അതിനെ അതിന്റെ ആദ്യത്തെ സെറ്റിങ്ങിലേക്ക് കൊണ്ടുവരും. ഖുർആൻ നിങ്ങൾ വായിക്കണം. വായിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ നൈർമല്യം വരും. അതുപോലെ ജീവിതത്തിൽ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു പാവത്തെ കണ്ടാൽ ആ പാവത്തിന് നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കണം. അത് നിങ്ങളുടെ ഹൃദയത്തിന് നൈർമല്യം ഉണ്ടാക്കും. ഒരു യത്തീമിനെ കണ്ടാൽ അവന്റെ മുഖവും അവന്റെ മുഖവും അവന്റെ തലയൊന്ന് തടവി കൊടുക്കണം. അവന് വേണ്ടത് കൊടുക്കണം, സഹായിക്കണം. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിനെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലമായിട്ട് ദുന്യാവിൽ നിന്ന് കിട്ടുന്നത് അവന്റെ ഹൃദയങ്ങൾ സുമ്മ തലീനു ഖുലൂബുഹും വജുലൂദുഹും ലിദിക്രില്ല, ഹൃദയത്തിന് ആർദ്രത കൈവരും. ചെറിയ സംഗതിയല്ല. ഖസ്വത്തുൽ ഖൽബ് ഖാസിൽ ഖൽബ് അബ്അദു മിനല്ലാഹ് വഅബ്അദു മിനന്നാസ് വഅബ്അദു മിനൽ ജന്ന. ഹൃദയം കടുത്തുറച്ചു പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. സത്യത്തിന്റെ വെളിച്ചം കേറൂല, പിന്നെ തുറക്കാൻ കഴിയൂല. അത് പൂട്ടിക്കിടക്കുകയാണ്. അമ്മാല ഖുലൂബിൻ അഖ്ഫാലുഹ. അത് ഇൻഷിറാഹ് ഉണ്ടാവില്ല, അതിനെ നിവർത്തി വെക്കാൻ പറ്റൂല, അതിലേക്ക് നല്ലതൊന്നും കേറൂല. അതില് ആ പറഞ്ഞ ഉൽമും ജഹലും മാത്രമായിട്ട് ഇങ്ങനെ നടക്കും. എന്ത് തരം വഷളത്തരവും ഏത് തരം ക്രൂരതയും യാതൊരു കൽബുറപ്പുമില്ല, യാതൊരു തരത്തിലുള്ള അറപ്പും യാതൊരു സങ്കോചവും ഇല്ലാതെ കോൾഡ് ബ്ലഡഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. ആണ് ആയത്ത്. ഇത് എല്ലാ ആയത്തും നിങ്ങൾ മനപ്പാടാക്കുന്നുണ്ടെന്ന് കരുതുന്നു. ചിലരൊക്കെ കേൾപ്പിക്കാറുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. നിങ്ങളിത് പ്രത്യേകം പഠിക്കണം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. യാതൊരുത്തന്റെ ഹൃദയത്തെ അള്ളാഹു പരത്തിക്കൊടുത്തു ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിന് വന്ന് കയറാൻ മാത്രം, ഇസ്ലാമിന് കുടിയിരിക്കാൻ മാത്രം അവന്റെ ഹൃദയം തുറന്ന് പരത്തിക്കൊടുത്തു. അങ്ങനെ ഹൃദയം ഇസ്ലാം വരുമ്പോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ ഡെഫിനേഷൻ അവിടെ വേണം. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅ വൽ ബറാഅതു മിനശ് ശിർകി വഅഹ്ലിഹി. ആ ഇസ്ലാം മനസ്സിലേക്ക് കയറാൻ അള്ളാഹു അതിനെ തുറന്ന് പരത്തിക്കൊടുത്തവൻ. അത് കയറിക്കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണത എവിടെയാണ് എത്തുക? ഫഹുവ, അവൻ അലാ നൂരിൻ മിർ റബ്ബിഹി, തന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള നൂറിലായിരിക്കും. അങ്ങനെയുള്ള ഒരു ഹൃദയം തുറക്കാതെ കഠിന സ്വഭാവത്തിൽ, പരുഷ സ്വഭാവത്തിൽ തന്നെ നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തരം പോലെയാണോ? അല്ല. അല്ലെങ്കിൽ ഹൃദയം അള്ളാഹ് തുറന്നു കൊടുത്തിട്ടുള്ളവൻ മറ്റവനെ പോലെയല്ല. ഫവൈലുൻ, അതിനാൽ നരകമാണ്, മഹാനാശമാണ്. നരകത്തിലെ ഏറ്റവും ഭയാനകമായ ഭാഗമാണ് ലിൽ ഖാസിയത്തി ഖുലൂബുഹും. യാതൊരുത്തരുടെ ഹൃദയങ്ങൾ കഠിനതരമാണോ പരുഷമാണോ അവർക്കുള്ളത് ആ നരകമാണ്. അവരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിലേക്ക് കേറൂല. മിൻ ദിക്രില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹിനെ കുറിച്ച്, അവന്റെ വചനത്തെ കുറിച്ച്, അവന്റെ നിയമങ്ങളെ കുറിച്ച്, അവന്റെ അഖ്ബാറുകളെ കുറിച്ച്, അതിനെന്ത് പറയുകയാണെങ്കിലും അവന്റെ ഹൃദയം അത് കേറൂല. അത് പൂട്ടിയിട്ടുണ്ട്, അത് പരത്തപ്പെട്ടിട്ടില്ല. മറിച്ച് അത് പരുഷമാണ്. അങ്ങനെയുള്ള ആളുകൾ ഉലൈക ഫീ ളലാലിൻ മുബീൻ. ഇതാണ് കാര്യം. ഇനി അതിന്റെ ഷറഹ് നമുക്കൊന്ന് വായിക്കണം. ഷറഹ് വായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഅദി പറഞ്ഞിട്ടുള്ള വാചകം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കണുള്ളൂ, അർത്ഥം ഒന്നും പറയണില്ല. അർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി നമുക്ക് നിങ്ങൾ സ്വന്തം ഒന്ന് വായിച്ചിട്ട് കിട്ടുന്നുണ്ടോന്ന് കുറച്ച് ആളുകൾക്കെങ്കിലും കിട്ടുമായിരുന്നു. ഞാൻ വായിക്കുന്നു, അപ്പോ നിങ്ങൾക്ക് വായിക്കണീന്ന് കുറച്ച് കാര്യം കിട്ടും. അഫ യസ്തവി സമാഗോം മൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം. അള്ളാഹ് അതിനെ നിവർത്തി കൊടുത്തപ്പോൾ ഫത്തസ, അത് വിശാലമായി ലിതലഖി അഹ്കാമില്ലാഹ് വൽ അമലി ബിഹി മുൻശരിഹൻ ഖരീറൽ ഐൻ.
അത് ആ ഹൃദയത്തിന്റെ വിശാലതയോട് കൂടി, കൺകുളിർമയോട് കൂടി. അങ്ങനെ അലാ ബസീറത്തിൻ മിൻ അംരിഹി, അവന്റെ കാര്യങ്ങൾക്കൊക്കെ ബസീറത്തുണ്ട്. വഹുവൽ മുറാദു ബിഖൗലിഹി ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി കമൻ ലൈസ കദാലിക്, അവനാണോ കമൻ ഒരുത്തനെ പോലെ, ലൈസ കദാലിക് അവനിങ്ങനെയല്ല. അവന്റെ ഹൃദയം അള്ളാഹ് ശർഹ് ചെയ്തു കൊടുത്തിട്ടില്ല. അള്ളാഹിന്റെ അഹ്കാമുകള് അതിലേക്ക് അത് അമല് ചെയ്യാൻ അവന് പിന്നെ ഹൃദയം വിശാലമായിട്ടില്ല, അവന് ബസീറത്തില്ല. അങ്ങനെയുള്ള ഒരുത്തന് ഇല്ലാത്തവന് ഇവന് സമാകുമോ? ബിദലീലി ഖൗലിഹി ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ ഐ ലാ തലീനു ലികിതാബി. അള്ളാഹിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞാൽ പോലും യാതൊരു മാറ്റം അവനെ ടച്ച് ചെയ്യൂല. വലാ തതദക്കറു ആയാതി വലാ തത്മഇന്നു ബിദിക്രി ബൽ ഹിയ മുഅരിദത്തുൻ അൻ റബ്ബിഹ. മറിച്ച് ഖാസിയത്തായ ഖുലൂബ് മുഅരിദത്തുൻ അൻ റബ്ബിഹ, അള്ളാഹ് എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക് മൂപ്പരില്ല, അവിടുന്ന് തിരിഞ്ഞു പോകുന്ന ആളാണ്. മുൽതഫിത്തത്തുൻ ഇലാ ഗൈരി, മറ്റുള്ളേക്കാണ്. പിന്നെ ദുന്യാവാണ്, ദുന്യാവിന്റെ പളപളപ്പാണ് അവന് വേണ്ടത്. അതുണ്ട്, ഇതുണ്ട്, കൊട്ടാരുണ്ട്, കാറുണ്ട്, വാഹനമുണ്ട്, സ്വത്തുണ്ട്, ബിസിനസ് ഉണ്ട്, ഇങ്ങനെ പോകും. ബാക്കിയുള്ളേക്കാണ്. അവരെ കാത്തിരിക്കുന്ന മുബീൻ, അവരാണ്. തന്നെ സൃഷ്ടിച്ച രക്ഷിതാവായവനിൽ നിന്ന് തിരിഞ്ഞു പോകുന്നതിനേക്കാൾ വലിയ വഴികേട് വേറെന്താ? പിന്നെ അവൻ തിരിഞ്ഞു പോകുന്നത് ഏതിൽ നിന്നാണ്? ഒന്ന് തന്റെ വലിയിൽ നിന്ന്, രണ്ടാമത്തേത് അള്ളാഹുവിലേക്ക് മുന്നിട്ട് വന്നാൽ കിട്ടാവുന്ന മുഴുവൻ സകലമാന സആദത്ത് സൗഭാഗ്യങ്ങളിൽ നിന്നും അവൻ പിരിഞ്ഞു പോകുന്നു. അള്ളാഹിനെ ഓർക്കുന്നതിൽ നിന്ന് അവന്റെ ഹൃദയം കടുത്തുറച്ചു പോകുന്നു. അവന് ദോഷം ചെയ്യുന്ന, അവന്റെ ഹൃദയത്തിന് ദോഷം വരുത്തുന്ന എല്ലാത്തിലേക്കുമാണ് അവൻ തിരിച്ചു വരുന്നത്. ഇതാണ് അതിന്റെ കാര്യം. 2-3 തവണ സ്വന്തം വായിച്ചാൽ ഇതൊരു പ്രയാസമില്ലാതെ കിട്ടാവുന്ന ആളുകൾ ഇതിൽ ഉണ്ട്. ആശയം ഞാൻ പറഞ്ഞത് തന്നെ ഒന്നുമില്ല. അഫയസ്തവി മൻ ശറഹ അല്ലാഹു സുദ്റഹു ലിൽ ഇസ്ലാം ഫത്തസഅ ലിതലഖി അഹ്കാമില്ലാഹ് വൽ അമലി ബിഹാ മുൻശരിഹൻ ഖരീറൽ ഐനി അലാ ബസീറത്തിൻ മിൻ അംരി വഹുവൽ മുറാദു ബിഖൗലി ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി കമൻ ലൈസ കദാലിക്. അവന് സമാകുമോ? ഏതൊരുത്തൻ മറ്റവനോട് സമാകുമോ? മൻ ലൈസ കദാലിക്, അവനങ്ങനെയല്ല. അവന്റെ ഹൃദയത്തിന് അല്ലാഹു ശർഹ് ചെയ്തിട്ടില്ല. അവന്റെ ഹൃദയം ലൈസ മുത്തസ്സിഅൻ തലഖി അഹ്കാമില്ലാഹി വൽ അമലി ബിഹാ വലൈസ ഹുവ മുൻശരിഹൻ ഖരീറൽ ഐൻ വലൈസ ഹുവ അലാ ബസീറത്തിൻ മിൻ അംരി. അങ്ങനെ ലൈസ കദാലിക് എന്ന് പറഞ്ഞത് ഖുർആന്റെ ആയത്തിലില്ല. അത് വാക്യാർത്ഥമല്ല, ലക്ഷ്യാർത്ഥമാണ്. ആ ലക്ഷ്യാർത്ഥം ഇവിടെ മുഫസ്സിരീങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് ഖരീനത്ത് വേണം. അമൽ ഖരീന വൽ ഖരീനത്തു ഹാദൽ ഖൗൽ ഫവൈലുൽ ലിൽഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഐ ലാ തലീനു ലികിതാബി ഖുലൂബുഹും ലാ തലീനു ലികിതാബില്ലാഹ് വലാ തതദക്കറു വഖുലൂബുഹും ലാ തതദക്കറു ആയാത്തില്ലാഹ് വലാ തത്മഇന്നു ബിദിക്രിഹി. അവരുടെ ഹൃദയത്തിന് അള്ളാഹിനെ കുറിച്ച് എത്ര പറഞ്ഞാലും സമാധാനം കിട്ടൂല. പിന്നെ ജീവിതത്തിലെല്ലാം തിരിച്ചടി ഉണ്ടാകുമ്പോ വന്നിട്ട് ആയത്തുണ്ടോ ഹദീസുണ്ടോ, അതിനെന്താണ് റുഖിയുണ്ടോ? റുഖിയ 50,000 കൊടുത്ത് റുഖിയ ചെയ്യിക്കാൻ നടക്കും. ഇങ്ങനെ ഖാസിയത്തുൽ ഖുലൂബ് അവരെന്ത് റുഖിയ ചെയ്തിട്ട് എന്ത് കാര്യം? അവർക്ക് അതിന് വല്ല തുമാനീനത്തും കിട്ടൂല. ബൽഹിയ മുഅരിദത്തുൻ അൻ റബ്ബിഹ, ടോട്ടലി അവര് അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു പോയവരല്ലേ. മുൽതഫിത്തത്തുൻ ഇലാ ഗൈരി, അവർക്ക് വേറുള്ളടത്തേക്കല്ലേ അവരെ കണ്ണ്. അവര് തിരിഞ്ഞിരിക്കുന്നത് അത്രയും വലിയ പെര വേണം, ഇത്രയും വലിയ കാറ് വേണം, ഇത്രയും വലിയ ബിസിനസ് വേണം, ഇത്രയും വലിയ അധികാരം വേണം, ഇത്രയും വലിയ പേര് വേണം, ഇത്രയും വലിയ പെരുമ വേണം. ഇതൊക്കെ എത്ര 3 ദിവസം കഴിഞ്ഞില്ലേ? ഹൗലാഇ വൈലു ശദീദ് വശർറുൽ കബീർ ഉലൈക ഫി ളലാലിൻ മുബീൻ വഅയ്യു ളലാലിൻ അഅ്ളം മിൻ ളലാലി മൻ അറള അൻ വലിയ്യി വമിൻ കുല്ലി السعادة في الإقبال عليه وقسى قلبه عن ذكري وأقبل على كل ما يضره. هذا والله تعالى أعلم. صلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا
استغفرك واتوب اليك. السلام عليكم ورحمة الله. جزاكم الله خير.